ആയത്തുള്ള ഖാംനൈ അഥവാ ഇറാൻ്റെ ഏറ്റവും പരമോന്നത നേതാവ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വരാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെ മാളത്തിലാണെന്ന് പറയുന്ന ആളുകൾക്ക് ഒരു തിരിച്ചടിയാണ് ഇദ്ദേഹത്തിൻ്റെ വേദി പങ്കിട്ടുകൊണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ അവലോകനം, ഒരു പ്രഖ്യാപനം. മാത്രമല്ല, അദ്ദേഹം പ്രഖ്യാപിക്കുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹം തൻ്റെ രാജ്യത്തെ പ്രധാനികളെ വിളിച്ചിരുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ രാജ്യത്ത് പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആളുകളൊക്കെയും ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം. അതോടൊപ്പം തന്നെ ആരുടെ പിന്തുണയാണെന്നും ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇവർ ഈ കൊള്ളകളും കൊലപാതകങ്ങളും നടത്തുന്നതെന്നും അറിയുന്നത് കൊണ്ട് തന്നെ അത്തരക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകുമെന്നും വളരെ ഒരു ഡൗട്ടും ഇല്ലാതെ കോൺഫിഡൻറ്റോടുകൂടി തൻ്റെ രാജ്യത്തെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി പറയുന്ന വാക്കുകൾ അതൊന്ന് കേട്ടു നോക്കാം, എന്തൊക്കെയാണ് പറയുന്നതെന്ന്. مردود میدانه، نظام اسلامی هم تو رو مردود میدانه. این مربوط به اینا. ഇദ്ദേഹത്തിൻ്റെ ഭാഷ നമുക്കത്ര പിടിയില്ലാത്തതുകൊണ്ട് നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യം നമുക്കൊന്ന് വായിക്കാം. എന്താണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? കൃത്യമായി ഒരു ബേജാറുമില്ലാതെ, പേടിയില്ലാതെ ക്രിസ്തംഗികളും കാസക്കാരും പറയുന്നത് പോലെ അദ്ദേഹം ഏതോ മാളത്തിലാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന ആളുകൾക്ക് ഇതൊരു മുട്ടൻ മറുപടിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആകണം ലോകം എന്നാഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ലോകത്തെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നിങ്ങളുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് ശ്രമിച്ചാൽ തീരുന്നതല്ല ഈ ലോകക്രമങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ. അദ്ദേഹം പറയുന്നത് ഇറാൻ പരമോന്നത നേതാവ് സെയ്ദ് ആയത്തുള്ള അലി ഖാംനൈ യൂട്യൂബിനെ നമ്മളുടെ ആ ഡയലോഗുകളൊക്കെ നമ്മുടെ ഭാഷയിലേക്ക് ടെക്സ്റ്റ് ആക്കി എടുക്കാനുള്ള സംവിധാനങ്ങൾ AI ഉള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്താണെന്നുള്ളത് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിട്ട് വായിക്കുന്നത്. എല്ലാവരും അറിയണം, ലക്ഷക്കണക്കിന് മാന്യന്മാരായ മനുഷ്യരുടെ രക്തത്തിലൂടെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്ക് അധികാരത്തിൽ വന്നത്. നശിപ്പിക്കുന്നവരുടെ മുന്നിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല, പിന്നോട്ട് പോവുകയുമില്ല. അഥവാ 2022 ആ ഒരു അനുഭവം ഇവർക്കുണ്ട്, അതൊന്നും പോയിട്ടില്ല. ഇന്നത്തെ ആ പ്രക്ഷോഭം, പ്രൊട്ടസ്റ്റുകൾക്ക് മുമ്പിൽ അടിയറവ് പറയില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിരിക്കാം. വിദേശികൾക്ക് കൂലിപ്പണി ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രം സഹിക്കില്ല, പൊറുക്കില്ല. നിങ്ങൾ ആരായാലും ഒരിക്കൽ നിങ്ങൾ ഒരു വിദേശിക്ക് കൂലിപ്പണിക്കാരനായി കഴിഞ്ഞാൽ, ഒരിക്കൽ നിങ്ങൾ ഒരു വിദേശിക്ക് വേണ്ടി ജോലി ചെയ്താൽ രാഷ്ട്രം നിങ്ങൾ നിരസിക്കപ്പെട്ടതായി കണക്കാക്കപ്പെടും. എന്ന് പറഞ്ഞാൽ തൻ്റെ രാജ്യത്തെ ആളുകളാണെന്ന് കരുതി അത്ര വലിയൊരു പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അങ്ങനെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിൻ്റെയൊക്കെ പരിണിത ഫലം, വലിയ ശിക്ഷകൾ രാജ്യത്ത് വിധി കൽപ്പിക്കുന്ന വിധികർത്താക്കൾ നിയമിക്കുന്ന അദ്ദേഹം പുറപ്പെടുവിക്കുന്ന വിധി എന്താണോ അത് കറക്റ്റായിട്ട് നടപ്പിലാക്കാൻ ഭരണകൂടം സന്നദ്ധത കാണിക്കുന്നതാണ് എന്ന് ചുരുക്കം. നിങ്ങൾ ആരായാലും ഒരിക്കൽ നിങ്ങൾ ഒരു വിദേശിക്ക് കൂലിപ്പണി എടുത്തു കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാനുള്ള അവസരമാണ് ഇതെന്ന് നിങ്ങൾ മുൻകൂട്ടി അറിയുക. അഥവാ പ്രൊട്ടസ്റ്റുകാരോടുള്ള ഏറ്റവും മയത്തിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ്, ഒരു വാണിംഗ് ആണ്. നിങ്ങൾ ആരായാലും വിദേശികൾക്ക് വേണ്ടി തൃപ്തിയെടുക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് ചാരപ്പണി കൂലിപ്പണി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഒഴിവാക്കുക. അഹങ്കാരത്തോടെയും അഹന്തയോടെയും അവിടെ ഇരുന്ന് ലോകത്തിൻ്റെ മുഴുവൻ വിധി പറയുന്ന നിങ്ങളുടെ ആ സഹപ്രവർത്തകൻ അഥവാ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി ലോകത്തിലെ സ്വച്ഛാധിപതികളും അഹങ്കാരികളായ ശക്തികളും ഫറാവ, നിമ്രോദ്, റസാഖാൻ, മുഹമ്മദ് റസ അവരെ പോലുള്ളവർ അവരുടെ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ ആയിരുന്നപ്പോൾ തന്നെ അട്ടിമറിക്കപ്പെട്ടിരുന്നുവെന്ന് അയാൾ അഥവാ ട്രംപും മനസ്സിലാക്കൽ നന്നായിരിക്കും. അവനും അട്ടിമറിക്കപ്പെടും. അഥവാ ട്രംപിനെ കൊണ്ടാണ് ഈ വാക്കുകളൊക്കെ പറയുന്നത്. എല്ലാ മുൻകഴിഞ്ഞ എല്ലാ ആളുകളും അഥവാ അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവങ്ങളായിട്ടുള്ള ഭരണാധിപന്മാരൊക്കെയും എല്ലാം തകിടം മറിഞ്ഞു പോയിട്ടുണ്ട്. ഒന്നുകിൽ അവർ സ്വന്തം ആത്മഹത്യയിലൂടെ അവസാനിപ്പിച്ചു, അതല്ല എങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ ഇല്ലായ്മ ചെയ്തു, അതല്ല അവിടുത്തെ ചുറ്റുഭാഗത്ത് പൊറുതികെട്ടിയ എല്ലാ രാജ്യവും ഒരുമിച്ച് കൂടി ആ രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിപ്പിച്ച് കളഞ്ഞ് അട്ടിമറി നടത്താൻ നമുക്ക് ചരിത്രം നൽകുന്ന പാഠങ്ങളുണ്ട്. അതുകൊണ്ട് ട്രംപിനോടും കൂടി ഭീഷണി സ്വരത്തിൽ പറയുന്നു, നിങ്ങൾ ഇമാതിരി പരിപാടി നമ്മുടെ രാജ്യത്തേക്ക് കാണിക്കാൻ നിൽക്കരുത്, നിങ്ങളെയും അട്ടിമറിക്ക് ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ്.
അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഞങ്ങൾ പോവുകയാണ്, നിങ്ങളെയും കൂടി കൂട്ടിയിട്ടേ പോവുള്ളൂ, ഞങ്ങൾ മാത്രമായിട്ട് യമപുരിക്ക് പോകത്തില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അട്ടിമറിക്കപ്പെടാൻ ഞങ്ങൾക്ക് ഏറെ സാധിക്കും. അഥവാ ICBM സംവിധാനങ്ങളും അതേപോലെ തന്നെ പോർമുനകളൊക്കെ, ആണവ പോർമുനകളൊക്കെ നയിക്കാൻ പറ്റുന്ന വലിയ വലിയ ആണവ പുരകളും നമുക്കുണ്ട്, അതിനുപയോഗപ്പെടുത്തും. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഞങ്ങളുടെ 1% പോലും ആയുധങ്ങളെ പുറത്തെടുത്തിട്ടില്ല എന്ന് ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിൻ്റെ കണ്ണായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഇതിൽ നിന്ന് പ്രത്യേകം എടുത്തു പറയാൻ പറ്റും, ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ അവരുടെ ആലകളിൽ അല്ലെങ്കിൽ ആയുധപ്പുരകളിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും മനസ്സിലാക്കുക ട്രംപേ, നിനക്കും ഒരന്ത്യമുണ്ട്. ഞങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഉണ്ടാകാതിരിക്കാൻ നീ ശ്രദ്ധിക്കുക. സ്വന്തം നാട്ടിലുള്ള പ്രക്ഷോഭകാരികളോട് പറയുന്നു, നിങ്ങൾ കൂലിപ്പണി എടുക്കണ്ട, അവർക്ക് വേണ്ടി ചാരപ്പണി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തെ പൗരനായിട്ട് ഞങ്ങൾ കാണുകയില്ല, അവിടെ നിരസിക്കപ്പെട്ടു. അഥവാ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ നിങ്ങൾക്ക് നടപ്പിലാക്കുകയും ചെയ്യും. ലോകത്തിന് മുമ്പ് ഇങ്ങനെ ഒരു ധൈര്യമുള്ള ഒരാൾ ആരാ ഉള്ളത്? അറബികളുടെ കാര്യം നമുക്കറിയാം, അവരാകെ പ്രതിസന്ധിയിലാണ്. ആരെ കൂടെ, ഉമ്മാൻ്റെ കൂടെ നിൽക്കണോ അല്ല വാപ്പാൻ്റെ കൂടെ നിൽക്കണോ അല്ല രണ്ടിൻ്റെയും കൂടെ നിൽക്കാതെ സ്വന്തമായിട്ട് നിൽക്കണോ, ഇതൊന്നും തീരുമാനമാകാത്ത ഒരു അറേബ്യൻ സമൂഹമാണ് നമുക്കുള്ളത്. എന്നാൽ റഷ്യയുടെ കാര്യമാകട്ടെ, ആ കപ്പൽ പിടിച്ചിട്ട് പോലും മര്യാദയ്ക്കൊന്നും ഇടപെടാൻ സാധിക്കാത്ത പരുങ്ങലിലാണ്. വീണ്ടും കപ്പൽ പിടിക്കപ്പെട്ടു. ആ റഷ്യയുടെ എലിനോ എന്ന് പറയുന്ന കപ്പൽ വീണ്ടും അമേരിക്ക പിടിച്ചുകൊണ്ടുപോയി. ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മളൊക്കെ പറയാറുണ്ട്, അവർക്കൊന്നും നട്ടലില്ലേ, വാഴപ്പിണ്ടിയാണോ അവരുടെ ഒക്കെ ജീവിതം എന്നൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട്. എന്തോ ഒന്നിനു വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കാം. അല്ലാതെ ഒരാളുടെയും പ്രസ്റ്റീജ് മറ്റൊരു രാജ്യത്തിന് മുമ്പിൽ പണയം വെക്കാൻ ഒരു രാജ്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് റഷ്യ പോലത്തെ രാജ്യം, വൻകിട രാജ്യങ്ങളൊന്നും മുന്നോട്ട് വരില്ല. പിന്നെ എന്തോ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടെങ്കിലും ആ യുദ്ധത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമായിരിക്കും. പക്ഷേ പ്രകോപനം നടത്തിക്കൊണ്ടിരുന്നാൽ ആരാണെങ്കിലും അതൊരു പ്രതിസന്ധിയിലേക്ക് വഴിമാറും. എന്താണെങ്കിലും വളരെ ആർജവത്തോടെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഭയങ്കരമായിട്ട് അവരെ ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾക്കും ഈ സദസ്സ് വലിയ ആരാർപ്പണം നടത്തുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇറാൻ്റെ ഏതാനും ചില പ്രവിശ്യകൾ ഇപ്പോൾ പ്രൊട്ടസ്റ്റുകൾ നന്നായിട്ട് അഴിഞ്ഞാടുന്നുണ്ട്. അത് കണ്ടിട്ട് ലോകം മുഴുവനും പ്രശ്നമൊന്നും ആരും ധരിക്കാറില്ല. അതിൻ്റെ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ കണ്ട, അഥവാ ഈ ഒരു പ്രളയത്തിൽ വയനാട് മുഴുവനും ഒലിച്ചുപോയി എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ വയനാടിൻ്റെ ഒരു ഏരിയയിൽ നിന്ന് മൈന്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ ഒലിച്ചു പോയപ്പോൾ, ഉരുൾപൊട്ടിയപ്പം ലോകത്തെമ്പാടുമുള്ള ഈ ചാനലുകൾക്ക് ആ സ്പേസ് മാത്രം കാണിച്ചപ്പോൾ വയനാട് തികച്ചു ഒലിച്ചുപോയി എന്നൊക്കെ വരുത്തി തീർക്കാൻ കഴിഞ്ഞിരുന്നു. അതേപോലെയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഈ പ്രശ്നബാധിത പ്രദേശം മാത്രം സംരക്ഷണം ചെയ്തിട്ട് ഇപ്പോൾ ഇറാൻ കത്തിത്തീരുകയാണ്. വെറുതെ പറയുകയാണ്. ഞാൻ ഏറ്റവും നന്നായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇവരുടെ ഒഫീഷ്യൽ പേജിൽ നിങ്ങൾ പോവുക, നിങ്ങളൊന്ന് ആ കാര്യങ്ങൾ നോക്കുക. അവിടെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതിൻ്റെ പ്രഖ്യാപനങ്ങൾ, ഡോക്ടർമാർക്കുള്ള ആ ഒരു ഉപചാര ചടങ്ങുകൾ, അതോടെ സ്പോർട്സ് സ്പിരിറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ആ രാജ്യത്ത് മുടങ്ങാതെ പോകുന്നുണ്ട്. പ്രൊട്ടസ്റ്റുകൾ അത് വഴിക്ക് പോകുന്നുണ്ട്. IRGC വേണ്ടത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കഥകൾ. എപ്പോഴും എന്തും സംഭവിക്കാം എന്നുള്ള ആ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. കാത്തിരുന്ന് കാണാം. അജയ്യമായൊരു നേതാവ് ഇറാനുണ്ട് എന്നുള്ളതാണ്. അത് 56 ഇഞ്ചൊന്നും അല്ല, എത്ര ഇഞ്ചാന്നുള്ളത് നോക്കിയും കണ്ടും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.